എന്താ ലുക്കില്ലേ, എന്താ സംഭവം. ഓ, ഇയാളാര് മറ്റേ ബോളിവുഡ് ആക്ടർ. ഓ, ഭയങ്കര എന്ത് പറയാനാണ്. ഇതുപോലത്തെ അടുത്തൊരു ഊളൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തു, ജയറാം ഊളനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ വന്ന കുറേ കമൻറ്റ് യൂട്യൂബ് അടിച്ചു കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെറി മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് തന്നെ അടിച്ചു കളയും. അതാണല്ലോ ഒരു സമ്പ്രദായം. എന്താ പറയുക അല്ലേ. അതിലൊരു അല്പം മാന്യമായിട്ടുള്ള ഒരു കമൻറ്റ് അവിടെ കിടപ്പുണ്ട്. അതിലും തൊലി പറയുന്നൊക്കെ ഉണ്ട്, തൊലി എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ. ആ കമൻറ്റിൻ്റെ മറുപടി പക്ഷേ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഭയങ്കര ഒരു ഫീലിങ്ങോടെയാണ് എഴുതിയിരിക്കുന്നത്. അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും മഹാനായിട്ടുള്ള ഒരു നടൻ, പുള്ളിയെ ഊളെന്ന് വിളിക്കാൻ പറ്റുമോ? നീയൊക്കെ മുഖം പോലും കാണിക്കാതെ AI കൊണ്ട് ഞാനിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ AI കൊണ്ട് എന്താണ് തൊലിച്ചത്? നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമില്ല, വീഡിയോ എടുക്കാനുള്ള നല്ല ക്യാമറ ഇല്ല, എൻ്റെ ഫോണിൽ മെമ്മറിയും കുറവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഞാനിടുന്നു. എനിക്ക് ആ കൂടെ 1000 സബ്സ്ക്രൈബറേ ഉള്ളൂ. ഇതിൽ ഒരു 10-500 പേര് അത് കാണുന്നു. എനിക്കതൊരു സന്തോഷം. ഇതുപോലും ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും വന്നു, നീയൊക്കെ മറിഞ്ഞിരുന്നിട്ട് നിനക്കൊക്കെ നാണം ഉണ്ടോടാ, നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടോ, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സ്വഭാവമാണ് ഈ ടിനി ടോം. ഇയാളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പൊള്ളും. ഒരു പ്രത്യേക തരം മറ്റേ ബ്ലഡുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ. മറ്റേ വിജയ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പുള്ളി അതേ കാറ്റഗറിയാണ്. പണ്ട് ജയലളിത ഉണ്ടായിരുന്നു, അതും അതേ കാറ്റഗറിയായിരുന്നു. അപ്പോൾ ഈ ടിനി ടോമിലേക്ക് വരാം നമുക്ക്. ടിനി ടോം ഇപ്പോൾ ഇങ്ങനെ ഏറിക്കിടന്ന് ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും പുള്ളി പാരഷൂട്ട് കൊണ്ട് താഴെ വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആരെങ്കിലും പാരഷൂട്ട് വെട്ടിക്കളയാണ്. എന്നിട്ട് പുള്ളി പിന്നെയും എയറിലോട്ടാണ് പോകുന്നത്. സാധാരണ പാരഷൂട്ട് കണ്ടിച്ചു കളഞ്ഞാൽ നേരെ താഴോട്ടല്ലേ വരേണ്ടത്. ഇയാളുടെ കയ്യിലിരിപ്പും ഇയാളുടെ വായിലിരിപ്പും കാരണം ഇയാളങ്ങ് ഏറി തന്നെ ഇങ്ങനെ ഭൂമിയിൽ വേണ്ടെന്നാണ് പറയുന്നത് ഇയാളെ. പിന്നെ ഇയാളുടെ മോനും അയ്യോ എന്താ കാണിച്ചു കൊടുക്കുന്നത്. എടാ വാടാ മയിരേ വാടാ. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അല്പനെ അർത്ഥം കിട്ടിയാൽന്ന് ഒരു ഇതുണ്ട്. ഞാൻ പണ്ട് ഇയാളെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എയർപോർട്ടിൽ. ഫുൾ ടൈം വെള്ളം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഒരു ചിരിയും ഇതുണ്ടല്ലോ. പിന്നെ കുറേ മിമിക്രിക്കാരുണ്ടായിരുന്നു കൂടെ ആ സമയത്ത്. അത് കുറേ ആൾക്കാർ ഈ ജയൻ്റെയൊക്കെ റോളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണ്ട് മിമിക്രി ഭയങ്കര സംഭവമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കൂടെ ഉണ്ട്. മറ്റേ വാര്യരുണ്ടായിരുന്നെന്ന് തോന്നുന്നു കൂടെ. അങ്ങനെ ആയിട്ട് ജയരാജ് വാര്യറില്ലേ, പുള്ളിയുടെ പേര് ജയരാജ് വാര്യർ, അത് തന്നെയാന്ന് തോന്നുന്നു. കറക്റ്റ് ഓർമ്മയില്ല, കാരണം കുറേ പേരുകളിങ്ങനെ ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആയാലും നമുക്ക് ഡെയിലി നിത്യോപയോഗ സാധനമല്ലല്ലോ. ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിത്യോപയോഗ സാധനമാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ നോക്കുന്ന മിമിക്രിയും ഇതൊക്കെ അല്ലേ. അതിപ്പോൾ മിമിക്രി ഏകദേശം ഫെയ്ഡ് ഔട്ട് ആയല്ലോ. എന്നിട്ടും ഇയാൾ വന്ന് ഓരോ കോപ്രായം കാണിച്ച് അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറി തന്നെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇയാളെ എയർപോർട്ടിൽ കണ്ടപ്പോൾ കൂടെയുള്ള ആൾക്കാർ അത്രയ്ക്കും കുഴപ്പമില്ല, ഇയാളുടെ അത്രയും പ്രശ്നമല്ല. ഇയാൾ അടിച്ച് വിറ്റായിട്ട് അപ്പോഴേക്കും നമ്മുടെ മലയാളീസ് അറിയാമല്ലോ. മലയാളീസ് എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റീസിനെ കണ്ടു കഴിഞ്ഞാൽ മലയാളീസ്, തമിഴന്മാർക്ക്, പിന്നെ പൊതുവെ ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റീസ് എന്തോ വാരിക്കോരി തരുമെന്നോ, സെലിബ്രിറ്റീസിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ഒരു ചാൻസ് ചോദിക്കാമെന്നോ, അങ്ങനെ എന്തോ ആഗ്രഹമൊക്കെയാണെന്ന് തോന്നുന്നു. ഓടിച്ചെന്ന് ഇയാളുടെ അടുത്ത് അയ്യോ ടിനി ടോം സാറല്ലേ അതല്ലേ ഇതല്ലേ. അപ്പോഴേക്കും ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത് ഫിറ്റാണ്, 24 മണിക്കൂറും ഫിറ്റാണ് എന്നൊരു കംപ്ലയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇയാളുടെ പേഴ്സണൽ കാര്യങ്ങളല്ല. ഇയാൾ ഫിറ്റായിക്കോട്ടെ, തലകുത്തി മറിഞ്ഞോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ മറ്റേ മിനിയേച്ചർ കുപ്പികളുണ്ടല്ലോ, ആ കുപ്പികൾ കുറേ എണ്ണം മേടിച്ചിട്ട് ഇങ്ങനെ പോക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് ടോയ്ലറ്റിൽ പോവും, സിഗരറ്റ് വലിച്ചെന്ന് തോന്നി ഇയാൾ ഫ്ലൈറ്റിനകത്ത് സിഗരറ്റ് വലിക്കും. അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായി, ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. മറ്റേ ക്യാബിൻ ക്രൂ ഒക്കെ വന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോകുന്നു വരുന്നു. ഇയാളോട് വന്ന് ചോദിക്കുന്നു, ഇയാൾ നോ ഇല്ല അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു. അങ്ങനെ കുറേ മറ്റേ പറയിപ്പിക്കാനായിട്ടുള്ള മലയാളീസ് ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് ഇയാൾ. ഈ അൻസിബയെ കുറിച്ച് പറഞ്ഞതും പിന്നെ ഈ ഓരോ ആൾക്കാരുടെ അടുത്ത് ഫോൺ വിളിച്ചും ഇത് വിളിച്ചൊക്കെ
ഇയാൾ മറ്റേ കോപ്രായങ്ങൾ കാണിക്കുന്നതും എന്തിനാ ഇല്ല എനിക്കറിയാൻ ഞാൻ ചോദിക്കാം. ഇയാളുടെ ഒരു ഡയലോഗുണ്ട്, ഡൽഹി കണ്ടുപിടിച്ച മനുഷ്യനാണ് ആവശ്യം വലിയ പുള്ളിയാ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ ആ ഡയലോഗ് ശരിക്കും ഇയാൾക്കാണ് ഷൂട്ടാവുക. മിമിക്രി കണ്ടുപിടിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ സിനിമ കണ്ടുപിടിച്ച വ്യക്തിയാണ്. എന്തൊക്കെയാണ് അയാളുടെ അടുത്ത് ആ ഒരു FBയിൽ വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ വലിയ ആൾക്കാരോ, നിന്നെ ഒന്ന് നേരിട്ട് കാണാനാ, നീ ഭയങ്കര സംഭവം. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, വലിയ 7K ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ. ഇത് നേരിട്ട് പരിചയപ്പെടാൻ നമ്മളല്ലല്ലോ, നമ്മളത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളല്ലേ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരറിയൂടാ, 10 പേരറിയോ 50 പേരറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര് ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇനിമേല്. അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ചെരുപ്പൊക്കെ നക്കി നടക്കുന്നവരാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് തന്നെ, ഇവന്മാർ പ്രത്യേക തരം ആൾക്കാരാണ്. ഈ ജോജു ജോർജിന് ഇടയ്ക്കുണ്ടായിരുന്നല്ലോ ഒരു കുത്തിക്കഴപ്പ്, വിളിച്ചിട്ട് എടാ നീ ആരാടാ, ഞാൻ ആരാന്നറിയാവൂടാ, നിന്നെ ഞാൻ മറ്റേ ഉണ്ണി മൂന്നാൻ വിളിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ ഇതേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഇവർ ഭയങ്കര സംഭവമാണെന്ന്, നമ്മളൊക്കെ വരും പുഴു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻഡസ്ട്രിയാണ് ഈ സിനിമ ഇൻഡസ്ട്രിയും ഈ സെലിബ്രിറ്റി ഇൻഡസ്ട്രി എന്ന് വേണേൽ പറയാം. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ എന്തിൽ ഒരു സെലിബ്രിറ്റി ആയാലും അങ്ങ് കാശിങ്ങനെ കുമുകുമാ എന്ന് പറയുന്നറിയാൽ. അപ്പോൾ കാശിങ്ങനെ വരുമ്പോഴേ ചില ആൾക്കാർക്കൊന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാശ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. കാശ് വന്നാലും അങ്ങനെ ആ ഒരു സെറ്റിലായിട്ട് നിൽക്കുക. ഇപ്പോൾ നസ്ലന് അത്യാവശ്യം കാശ് കിട്ടുന്നുണ്ട്, വലിയ അലമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ബേസിൽ ശ്രീനിവാസൻ്റെ മോൻ ധ്യാൻ അല്ലെങ്കിൽ വിനീത്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ കാശുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കാശ് കിട്ടുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, പെട്ടെന്ന് ചില കോടികൾ വന്നിട്ടിങ്ങനെ മറിയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ്, ആ ഒരു സന്തോഷവും ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഫീലിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് അത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. അതാണ് സംഭവം. തെണ്ടിത്തിരിഞ്ഞ് നടന്നവനാണ് ഈ ടിനി ടോമൊക്കെ. അവനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയ്ക്കും ഒരു നന്മമരമായിട്ടൊക്കെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്, ഒരു നല്ലവനായിട്ടൊക്കെ നിൽക്കുക. ഇപ്പോൾ കുറേ സംഭവങ്ങൾ പുള്ളിയെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. പുള്ളിയുടെ അമ്മയെ വരെ നോക്കാറില്ല, എന്തോ ഒരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇയാൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു റൂമിൽ വെച്ചിട്ട് ഒരു ഹോം നഴ്സിനെ കൊണ്ട് നോക്കിപ്പിക്കുക, ഇടയ്ക്ക് വന്ന് പോയി നോക്കാനും ഒക്കെ പറ്റുമല്ലോ. അതിനൊന്നും ഉള്ള ഒരു മനസ്സില്ല അല്ലേ. ഇപ്പോൾ അയാളുടെ അമ്മയാണ്, അയാൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നാലും നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്കതൊരു മോശമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ ആരാടാ, നീ എന്തിനാടാ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നന്മ ഉള്ളവൻ്റെ അടുത്ത് ഈ കാശ് വരുള്ളൂ, നന്മ വരുള്ളൂ എന്നൊന്നും ഇല്ല. അതാണ് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ പലർക്കും ഈ ദൈവത്തിലുള്ള വിശ്വാസവും ഈ മറ്റേ കർമ്മയിലുള്ള വിശ്വാസവും ഇതൊക്കെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. കാരണം കുറേ തെണ്ടികളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. കുറേ സത്യമായിട്ട് നല്ലവനായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. തമിഴിലൊരു പാട്ടുണ്ട്, പണ്ടത്തെ ഈ ചന്ദ്രബാബു എന്ന് പറയുന്ന ആളുടെ പാട്ടാണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ വളരെ പഴയ പാട്ടാണ്, സത്യം മാഷയുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തെ പാട്ടാണ്. ബുദ്ധിയുള്ള മനിതരെല്ലാം വെற்றி കാൺപതില്ല, ഈ വെற்றி പെற்ற മനിതരെല്ലാം ബുദ്ധിശാലിയില്ല എന്നും പറഞ്ഞു. അതായത് ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം വിജയിക്കുന്നില്ല, വിജയിച്ച ആൾക്കാരെല്ലാം ബുദ്ധിയുള്ളവനല്ല. അതിൻ്റെ രണ്ടാമത്തെ ഭയങ്കര അർത്ഥമാണെന്ന്. പണം ഇരിക്കും മനിതരിടം ഗുണം ഇരുപ്പതില്ലേ, ഗുണം ഇരിക്കും മനിതരിടം പണം ഇരുപ്പതില്ലേ. കാശുള്ളവൻ്റെ അടുത്ത് നല്ല മനസ്സ് ഉണ്ടാവാറില്ല, നല്ല മനസ്സുള്ളവൻ്റെ അടുത്ത് കാശുണ്ടാവാറില്ല. ഇതിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളൊക്കെ ഭയങ്കര നന്മ മരങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ 95% ആ പാട്ട് ഇന്നും ആപ്റ്റാണ്. കാശുള്ളവരെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശുള്ള ആൾക്കാർ, അതിൽ ഒരു 90% ആൾക്കാരുടെ അടുത്ത് ആ ഒരു മനസ്സെന്ന് പറയുന്ന ആ ഒരു നന്മ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അവരുടെ കാശ് അവരുടെ കൂടെ നിൽക്കില്ല. അങ്ങനെ കുറേ കൺസെപ്റ്റൊക്കെ ഉണ്ട് ഈ ലോകത്ത്. ഏത് പറയാനല്ലേ, നല്ല മനസ്സുള്ളവൻ മാത്രം നല്ലത് വരും അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ ഒരു നിഗമനത്തിൽ. ഇതിപ്പോൾ പക്ഷേ നമുക്കങ്ങനെ ഇതുപോലത്തെ നായ പോലൊന്നും നമുക്ക് ജീവിക്കാൻ നമുക്ക്
തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ നല്ല നന്മ എന്ന് പറയുന്ന ആ ഒരു പാതയിലേക്ക് നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ കുറേ ഈ ഊളന്മാർ ഇതുപോലത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയ പോലെ അവർക്ക് കാശാണ് വലുത്, കാശുള്ളവൻ വലിയ ആൾ, കാശില്ലാത്തവൻ വെറും പുഴു എന്നുള്ള രീതിയിൽ അവരങ്ങനെ ജീവിക്കുന്നു. കാരണം അവർക്ക് എന്തും മേടിക്കാനുള്ള ഒരു ഫ്രീഡമുണ്ട്, എന്തും അവർക്ക് നേടിയെടുക്കാനുള്ള ഒരു പവറുണ്ട്. ഇയാൾ ഭയങ്കര സംഭവമാണ്. എഫ് ബിയിലെ അക്കൗണ്ടൊക്കെ അടിച്ച് കളയുന്ന വ്യക്തിയൊക്കെ ആണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തല്ലേ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭയങ്കര സുഖമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ടിനി ടോം ചേട്ടാ, നാളെല്ലാം കൊള്ളാം.